ഹലോ എവരിവൺ. നമുക്കിന്ന് പൈതൺ ആൻഡ് ജാവ ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ജാവ നമുക്കറിയാം പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈതണും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്നാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കറിയാവുന്നൊരു പോയിൻ്റാണ് പൈതൺ ഇന്ന് വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ റാപ്പിഡ് ഡെവലപ്മെൻറ്റിൻ്റെ കേസ് ആയിക്കോട്ടെ, ടാസ്കുകൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, എല്ലാത്തിനും ഒരു എക്സലൻറ്റ് ചോയ്സാണ് ഈ പൈതൺ എന്ന് പറയപ്പെടുന്നത്. കാരണം അതിൻ്റെ സിൻറ്റാക്സ് ആണ് അത്രയും സിമ്പിളായിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിൻറ്റാക്സ് ആണ് അതിനകത്തുള്ളത്. ജാവൻ്റെ കേസ് വരുമ്പോൾ അത് കമ്പയറിങ് ടു പൈതൺ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് അപ്പോൾ ആ ഒരു കമ്പാരിസണിൽ തന്നെ നമുക്ക് പൈതൺ ഒന്നുകൂടി ഇമ്പ്രൂവ്ഡ് ആണ് എന്ന് തോന്നും. അതിനകത്ത് സ്ട്രോങ് ടൈപ്പ് സിസ്റ്റം, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒക്കെ കൂടുതൽ എംഫസൈസ് ചെയ്തിട്ടൊക്കെയാണ് ജാവയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പൈതൺ എന്ന് പറഞ്ഞാൽ തന്നെ സിംപ്ലിസിറ്റിയാണ്. അതെല്ലാം ഒരു റീസണാണ്. ഇപ്പം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈതണിൽ എങ്ങനെയാണ്, ജാവയിൽ എങ്ങനെയാണെന്ന് നോക്കാം. പൈതണിൽ നോക്കൂ, ജസ്റ്റ് പ്രിൻറ്റ് ഹലോ വേൾഡ്, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ബ്രേസിനകത്ത് ഹലോ വേൾഡ് എന്ന് കൊടുക്കുക, ജസ്റ്റ് പ്രിൻ്റ് എന്ന് കൊടുക്കുക. ഒറ്റ സിംഗിൾ ലൈനിൽ വൺ ലൈൻ ഓഫ് കോഡിനകത്ത് അത് കാര്യം കഴിഞ്ഞു. അതിനകത്തൊരു സിമ്പിൾ സിൻറ്റാക്സ് ആണ് പ്രിൻ്റ് ഹലോ വേൾഡ് എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. എന്നാൽ ആ കേസ് ജാവിൻ്റേതാണെങ്കിലോ ഹലോ വേൾഡ് എന്നേ നമുക്ക് ഇവിടെയും പ്രിൻ്റ് ചെയ്യാനുള്ളൂ. പക്ഷേ നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കൂ. പബ്ലിക് ക്ലാസ് ഹലോ വേൾഡ്, പിന്നെ ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, പിന്നെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ മെയിൻ മെത്തേഡ് തുടങ്ങി, പിന്നെയും കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞ് ഹലോ വേൾഡ് കൊടുത്ത് സെമി കോളൻ ഇട്ട് പിന്നെ ആ കേളി ബ്രേസ് രണ്ടും ക്ലോസ് ചെയ്തു. ഈ ജസ്റ്റ് ഒരു ഹലോ വേൾഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ജാവക്ക് ഇത്രയും ടാസ്കുകളുണ്ട്, അല്ലെങ്കിൽ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. പൈതൺ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളൂ എങ്കിൽ ഓഫ് കോഴ്സ് എന്താവും, പോപ്പുലാരിറ്റി പൈതണിലേക്ക് പോകും. അതുപോലെ തന്നെ ജാവക്കകത്ത് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, നമ്മൾ ക്ലാസ്സസ് ഡിക്ലെയർ ചെയ്തു, മെത്തേഡ്, സ്ട്രക്ചേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട് ജാവ ചെയ്യുമ്പോൾ. പക്ഷെ രണ്ടും എന്താ ചെയ്യുന്നത്, സെയിം ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. പക്ഷേ സിൻറ്റാക്സ് ഭയങ്കര ഡിഫറൻസ് ആണ്. ജസ്റ്റ് ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഒന്നുമില്ല, ജസ്റ്റ് പ്രിൻ്റ് എന്ന് കൊടുത്താൽ മതി, മറ്റേ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഡിഫറൻസാണ് നമ്മൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ പൈതൺ നമ്മൾ പറഞ്ഞു ഈസി ടു ലേൺ ആണ്, ഈസി ടു റൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ കോഡ് ചെയ്യുമ്പോഴൊക്കെ ഈസി ടു റൈറ്റ് ആണ്. എന്നാൽ ജാവൻ്റെ കേസ് വരുമ്പോൾ കൂടുതൽ കോഡൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട് സെർട്ടൻ ടാസ്കുകളൊക്കെ ചെയ്യുമ്പോൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അത്രയും ഈസി ആയിരിക്കില്ല, പലപ്പോഴും കോംപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചാണ് പ്രത്യേകിച്ചും. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾക്ക് അതൊരു പ്രശ്നമാവില്ല. പിന്നെ പൈതൺ എന്ന് പറഞ്ഞാൽ ഡൈനാമിക്കലി ടൈപ്പ്ഡ് ആണ്. അതായത് നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ മുൻകൂട്ടി ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ജാവക്കകത്ത് നോക്കൂ, സ്റ്റാറ്റിസ്റ്റിക്കലി ആണ് ടൈപ്പ്ഡ്. അതായത് നമ്മൾ ഒരു വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ അതിന് മുന്നേ അത് ഏത് ടൈപ്പാണെന്നൊക്കെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ പൈതൺ നമുക്ക് പല ഡൊമൈൻസിലും സ്യൂട്ടബിളാണ്. ഡാറ്റ സയൻസിൽ, മെഷീൻ ലേണിങ്ങിൽ, വെബ് ഡെവലപ്മെൻറ്റിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ജാവയും സ്യൂട്ടബിളായിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. വെബ് ഡെവലപ്മെൻറ്റിലൊക്കെയാണ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റിൽ സൂപ്പറാണ്, ആൻഡ്രോയിഡിലൊക്കെ. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ജാവക്കുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് പ്രിസൈസ് ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞത്. ഫസ്റ്റ് പോയിൻ്റ്, സിൻറ്റാക്സിൻ്റെയും റീഡബിലിറ്റിൻ്റെയും കാര്യം വരുമ്പോൾ ജാവ എങ്ങനെ, പൈതൺ എങ്ങനെ. ജാവ കൂടുതൽ വെർബോസ് ആണ്. അതായത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, കോഡിംഗ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റുകളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ സിൻറ്റാക്സ് പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആവും, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. എന്നാൽ പൈതൺ നമ്മൾ അറിയപ്പെടുന്നത് തന്നെ അതിൻ്റെ സിംപ്ലിസിറ്റിൻ്റെ പേരിലാണ്. അതേപോലെ തന്നെ റീഡബിലിറ്റി, അതേപോലെ തന്നെ കൺസൈസ്ഡ് ആയിട്ടുള്ള സിൻറ്റാക്സ്, ഇതിൻ്റെയൊക്കെ പേരിലാണ് പൈതൺ അറിയപ്പെടുന്നത് തന്നെ. പിന്നെ പൈതൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തത് തന്നെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റൈറ്റിന് വേണ്ടിയിട്ടാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ ഈസി ആവാൻ. അതുപോലെ തന്നെ ഇത് ബിഗിനേഴ്സിന് വളരെ നല്ലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടിയാണ്. പിന്നെ ടൈപ്പിങ്ങിൻ്റെ കേസ് നോക്കുമ്പോൾ ജാവ സ്റ്റാറ്റിക്കലി ടൈപ്പ്ഡ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. പൈതൺ ആണെങ്കിലോ ഡൈനാമിക്കലി ടൈപ്പ്ഡ് ലാംഗ്വേജ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, മുൻകൂട്ടി നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ജാവ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റുകൾ, അതായത് എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഓരോ കോൺസെപ്റ്റുകളിലേക്കും നമ്മൾ പോകുന്നത്. എന്നാൽ പൈതൻ്റെ കേസിനകത്ത് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും അത് കൂടുതൽ ഫ്ലെക്സിബിളാണ്. അതായത് ആ അപ്രോച്ചിനകത്ത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കൊന്നും പോകുന്നില്ല. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മാനേജ് ചെയ്തത്. പിന്നെ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പെർഫോമൻസിലേക്കാണ്. പെർഫോമൻസ് നോക്കുമ്പോൾ ജാവയാണ് ജനറലി പൈതണിനേക്കാൾ ഫാസ്റ്ററായിട്ട് മാറുന്നത്. കാരണം അതിനകത്ത് JIT എന്ന് പറഞ്ഞൊരു കമ്പൈലർ ഉണ്ട്, ജസ്റ്റ് ഇൻ ടൈം. അതേപോലെ തന്നെ ഒരുപാട് ഒപ്റ്റിമൈസേഷൻ, റോബസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കമ്പയറിങ് ടു പൈതൺ ജാവയാണ് ഫാസ്റ്റർ ആവുക. പൈതൻ്റെ കേസ് പറയുമ്പോൾ അത് ജാവനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്ലോവറാണ്, പക്ഷേ എല്ലാ ആപ്ലിക്കേഷൻസും സ്യൂട്ടബിളാണ്. മാത്രമല്ല പൈതൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പായി, നുമ്പ എന്നൊക്കെ പറഞ്ഞ് കുറേ ടൂൾസും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതാണ് യൂസ് കേസസ്. ജാവ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻസിനകത്ത് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഇത്തരം ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻസിനൊക്കെ ജാവ സ്യൂട്ടബിളാണ്. പൈതൻ്റെ കേസ് പറയുമ്പോൾ ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വെബ് ഡെവലപ്മെൻറ്റ്, ഓട്ടോമേഷൻ, സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ പൈതണും വളരെ യൂസ്ഫുള്ളാണ്. ഇനിയും ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് പറയാനുണ്ട്, പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്? നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത മെയിൻ കാര്യം ജാവയും അതുപോലെ തന്നെ പൈതണും തമ്മിലുള്ള ഡിഫറൻസാണ്. നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ വെച്ചെന്നത് പറഞ്ഞു. അതായത് ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പോലും പൈതണാണെങ്കിൽ ജസ്റ്റ് പ്രിൻറ്റ് ഹലോ വേൾഡ് എന്ന് കൊടുത്താൽ മതി. എന്നാൽ സ്ഥാനത്ത് ജാവയാണെങ്കിലോ പബ്ലിക് ക്ലാസ് ഹലോ വേൾഡ്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ഹലോ വേൾഡ്, സെമി കോളൻ, കേളി ബ്രേസ് രണ്ടും ക്ലോസ് ചെയ്യുക. ഇത്രയും ടാസ്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് ടാസ്ക് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ജാവക്കകത്ത് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ക്ലാസ്സസും മെത്തേഡ്സും സ്ട്രക്ചേഴ്സൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് തമ്മിലുള്ള ഡിഫറൻസുകളിലേക്ക് നമ്മൾ പോയപ്പോൾ പൈതൺ എന്താണ്, ഈസി ടു ലേൺ ആണ്, ഈസി ടു റൈറ്റ് ആണ്. ജാവ വരുമ്പോൾ കുറച്ചും കൂടെ കോഡ് വേണം സെർട്ടൻ ടാസ്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പൈതൺ എന്താണ്, ഡൈനാമിക്കലി ടൈപ്പ്ഡ് ആണ്. അതായത് നമ്മൾ വേരിയബിളൊന്നും ഡിക്ലെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മുൻകൂട്ടി. എന്നാൽ ജാവൻ്റെ കേസിൽ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കലി ടൈപ്പ്ഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി വേരിയബിൾ ടൈപ്പൊക്കെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതാണ് ഒരുപാട് ഡൊമൈൻസിനകത്ത് സ്യൂട്ടബിളാണ്. ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, വെബ് ഡെവലപ്മെൻറ്റൊക്കെ ജാവ വരുമ്പോൾ വെബ് ഡെവലപ്മെൻറ്റിനും മൊബൈൽ ആപ്പിനും അതായത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിനൊക്കെയാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓരോന്നും എന്താണെന്ന് പ്രിസൈസ് ചെയ്ത് പറഞ്ഞു. റീഡബിലിറ്റി, സിൻറ്റാക്സ്, അതിനകത്തൊക്കെയുള്ള ഡിഫറൻസ്, ടൈപ്പിംഗ് അതിനകത്തുള്ള ഡിഫറൻസ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനകത്തുള്ള ഡിഫറൻസ്, പെർഫോമൻസ്, യൂസ് കേസ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.